നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ അംഗത്വം എടുത്ത് തിരുവനന്തപുരത്തെത്തിയ പത്മജയ്ക്ക് കൊട്ടും കുരവയും പുഷ്പവൃഷ്ടിയുമായൊക്കെ ഉജ്ജ്വല സ്വീകരണമാണ് ബി.ജെ.പി കൊടുത്തത്. ഇത് കോൺഗ്രസിനെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം കൂടിയായിരുന്നു. കാരണം പത്മജയെ ഞങ്ങൾ വേറെ ലെവലിൽ എത്തിക്കുമെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ നിരന്തരം പത്മജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുമ്പോഴാണ് ബി.ജെ.പി ഇത്തരത്തിലൊരു സ്വീകരണം കൊടുത്തിരിക്കുന്നത്. വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, വി രാജേഷ് ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പത്മജയെ വരവേറ്റത്. ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ പത്മജ വേണുഗോപാലിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പലതവണ പറ്റിച്ചുവെന്നും ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് ഉറപ്പു പറയാൻ കഴിഞ്ഞില്ലെന്നും പത്മജ നേതാക്കളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പത്മജ ബി.ജെ.പിയിൽ ചേർന്നതും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതും. ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്നും ഒരാളെ ബി.ജെ.പി അടർത്തിയെടുത്തിരിക്കുന്നത്. ബി.ജെ.പി ടിക്കറ്റിൽ പത്മജ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായി നിൽക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പത്മജ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരങ്ങൾ. അതേസമയം പത്മജയ്ക്ക് തൃശൂർ മണ്ഡലത്തിൽ നിർണായക റോള് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പത്മജയെ കളത്തിലിറക്കാനാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. പത്മജയുടെ വരവ് ബി.ജെ.പിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പത്മജ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അത് കോൺഗ്രസിന് ഒരു മറുപടി കൊടുക്കൽ കൂടിയാണ്. സഹോദരൻ കെ മുരളീധരനാണ് തൃശൂരിൽ UDF സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തൃശൂരിൽ ബി.ജെ.പി മത്സരിക്കുമ്പോൾ കോൺഗ്രസിനെതിരെ ഒരു പ്രചാരണത്തിന് പറ്റിയ ആള് പത്മജ തന്നെയാണ്. കെ മുരളീധരന് നേരെ ബി.ജെ.പിക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരാളും പത്മജ തന്നെയാണ്. ആ ഒരു നീക്കമാണ് ബി.ജെ.പി പയറ്റുന്നത്. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിച്ചെടുക്കണം എന്ന നിലയിലേക്കാണ് ബി.ജെ.പി ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. മുൻപ് ഒരു വലിയ ചർച്ച വന്നത് വടകരയായിരിക്കും ഇത്തവണ കേരളത്തിലെ വലിയ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ തീ പാറുന്ന മത്സരം നടക്കുന്നത് വടകരയിലായിരിക്കും എന്ന ചർച്ചകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിന് കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഉത്തരവും പിന്നെ വടകരയിൽ ശൈലജ ടീച്ചർ മത്സരിക്കുന്നതും ഒക്കെ ആയിരുന്നു, വടകരയിൽ കെ മുരളീധരൻ മത്സരിക്കുന്നതും ഒക്കെ ആയിരുന്നു വലിയൊരു ചർച്ചയായി നിന്നിരുന്നത്. അതായത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വടകരയിലായിരിക്കുമെന്ന് മലയാളികൾ പോലും പറഞ്ഞ കാര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കളിയാകെ മാറിയിരിക്കുകയാണ്. വൻ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലേക്കാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. തീ പാർന്ന മത്സരം നടക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. അതായത് തൃശ്ശൂരിൽ സഹോദരങ്ങളാണ് നേർക്കുനേർ വരുന്നത്. പത്മജ മത്സരിക്കുന്നില്ലെങ്കിൽ കൂടിയും മുരളീധരന് നേരെയാണ് പത്മജ രംഗത്തിറങ്ങുന്നത്. അതും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് വരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തവണ തീ പാറാൻ പോകുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് പ്രതാപനെയാണ്. പ്രതാപനെ അവസാന നിമിഷമാണ് ഇപ്പോൾ പ്രതാപനെ മാറ്റി മുരളീധരൻ അവിടേക്ക് എത്തും എന്ന രീതിയിൽ ചർച്ചകൾ വരുന്നത്. ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ പ്രതാപൻ ചുവരെഴുത്തുകൾ തുടങ്ങിയിട്ടുണ്ട് മുരളീധരന് വേണ്ടി. അതായത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് ബി.ജെ.പിയെ ബോധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ബി.ജെ.പിക്കും കോൺഗ്രസിനും നേർക്കുനേർ വരുന്ന മണ്ഡലം ഇപ്പോൾ തൃശ്ശൂരായി മാറിയിരിക്കുകയാണ്. പൊരിഞ്ഞ പോരാട്ടം അവിടെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുരളീധരനെതിരെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ഇനി രാഷ്ട്രീയം ബി.ജെ.പി തന്നെയാണെന്നും പത്മജയുടെ ഭർത്താവ് വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭേദമായി വരികയാണ്. അതിനാൽ എല്ലായിടത്തും ഓടി നടന്ന് പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റില്ല എന്നും പത്മജയുടെ ഭർത്താവ് പറയുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശത്തിനെതിരെ വേണുഗോപാൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാഹുലിന്റെ പാരമ്പര്യമാണ് അത്തരത്തിലുള്ള പരാമർശത്തിന് കാരണം. രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരികയാണെന്നും വേണുഗോപാൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ചാണ് പത്മജ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ താൻ സന്തുഷ്ടയായിരുന്നില്ല എന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതൃപ്തയാണെന്നും ഇവർ പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡിന് നിരവധി തവണ പരാതി കൊടുത്തുവെന്നും എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നും പത്മജ പരാതി പറയുകയാണ്. ദേശീയ നേതൃത്വത്തെ കാണാൻ പോയിട്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചില്ല.
അച്ഛൻ്റെ അതേ കൈപ്പേറിയ അനുഭവം കോൺഗ്രസിൽ തനിക്കുണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി മാറാൻ തീരുമാനിച്ചത്. BJPയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പത്മജ പറയുന്നുണ്ട്. എന്നാൽ പത്മജയ്ക്ക് വലിയ പദവികൾ ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും വിജയിച്ചില്ലെങ്കിലും പത്മജയ്ക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല. കാരണം കേന്ദ്രത്തിൽ വലിയ ഓഫറുകൾ പത്മജയ്ക്കായി കാത്തിരിപ്പുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും പത്മജയും അവസരത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു പദവിക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസിൽ ഇത്രയും കാലം കടിച്ചു തൂങ്ങി കിടന്നത് എന്ന് വ്യക്തമാണ്. കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും പ്രശ്നവും ഇതുതന്നെയാണ്. അധികാരമോഹികളാണ് ഈ പാർട്ടിയിലുള്ളത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പത്മജ ഒരു വലിയ അടിയാണ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത്. ഇതിന് മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി പറയുന്നത്.